എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഞാൻ എൻ്റെ ഫോണിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനുകളുമാണ്. ഫേസ്ബുക്ക്, വാട്സാപ്പ് അങ്ങനെ എല്ലാം നിങ്ങൾക്കിതിൽ കാണാം. ആപ്ലിക്കേഷനുകൾ ഹൈഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന മറ്റൊരു ആപ്ലിക്കേഷനാണ് CM ലോഞ്ചർ. CM ലോഞ്ചർ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ CM ലോഞ്ചർ 3D തീം വാൾപേപ്പർ എന്ന ഈ ആപ്ലിക്കേഷൻ തന്നെയാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് ഉറപ്പാക്കുക. 9.75 MB ആണ് ഈ ആപ്ലിക്കേഷൻ്റെ സൈസ്. 4.6 റേറ്റിംഗ് പ്ലേ സ്റ്റോറിലുണ്ട്. ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒട്ടുമിക്ക ആൻഡ്രോയിഡ് ഫോണുകളിലും ഈ ആപ്ലിക്കേഷൻ വർക്കിംഗ് ആണ്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവാൻ കുറച്ചധികം സമയമെടുക്കും. വെയിറ്റ് ചെയ്യുക. CM ലോഞ്ചർ ഇൻസ്റ്റാൾ ആയി. ഇനി ഇത് ഓപ്പൺ ചെയ്യുക. ഇതാണ് ആദ്യത്തെ സ്ക്രീൻ. അതിൽ താഴെ കാണുന്ന സ്റ്റാർട്ട് എന്നെഴുതിയിരിക്കുന്ന അവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വാൾപേപ്പർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുത്തു. വാൾപേപ്പർ സെറ്റ് ചെയ്ത ശേഷം ഡിഫോൾട്ട് ലോഞ്ചർ CM ലോഞ്ചർ ആകട്ടെ എന്ന് ചോദിച്ച് CM ലോഞ്ചർ ഒരു പോപ്പപ്പ് കാണിക്കും. അതിൽ നമ്മൾ CM ലോഞ്ചർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഹോം ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഒന്നുകൂടി അതേ പോപ്പപ്പ് തന്നെ ചോദിക്കും. അവിടെ ഓൾവേസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ആപ്ലിക്കേഷനിൽ ഡിഫോൾട്ടായി കാണിക്കുന്ന ഏതൊരു വിഡ്ജറ്റും നമുക്ക് ഹോൾഡ് ചെയ്ത ശേഷം ഡ്രാഗ് ചെയ്ത് റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഏത് വിഡ്ജറ്റ് വേണമെങ്കിലും അതേപോലെ കളയാം. പിന്നീട് അത് റീസ്റ്റോർ ചെയ്യാനും കഴിയും. ഇനി ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഹൈഡ് ചെയ്യേണ്ടതെന്ന് കാണാം. നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്കും വാട്സാപ്പും മെസ്സഞ്ചറും ഒന്നും ഞാൻ ഹൈഡ് ചെയ്തിട്ടില്ല. എല്ലാ ആപ്ലിക്കേഷനും പബ്ലിക്കായി വിസിബിൾ ആണ്. ഇവിടെ താഴെ ഓൾ ആപ്സ് എന്ന മെനു കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ആപ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആപ്ലിക്കേഷനുകളും ഒരുമിച്ച് കാണാനും ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷനും ലഭ്യമാണ്. ഇവിടെ ഞാൻ വാട്സാപ്പ് എന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. വാട്സാപ്പ് വരുന്നുണ്ട്. ഇനി ഫേസ്ബുക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഫേസ്ബുക്കും വരുന്നുണ്ട്. ഇനി ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഹൈഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഹൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആപ്ലിക്കേഷൻ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം മുകളിൽ കാണുന്ന ഹൈഡ് എന്ന ഓപ്ഷനിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുക. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഹൈഡായി. ഇനി 2 വിരലുകൾ ഉപയോഗിച്ച് ഒരേ സമയം മുകളിലേക്ക് ഡ്രാഗ് ചെയ്താൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ കാണാൻ കഴിയുകയുള്ളൂ. ഇനി നിങ്ങൾ ഈ സെറ്റിംഗ്സ് എന്ന് കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ വിസിബിൾ ഇൻ ഓൾ ആപ്സ്, വിസിബിൾ ഇൻ സെർച്ച് റിസൾട്ട് എന്ന് 2 ബട്ടണുകൾ കാണാം. 2 ബട്ടണുകളും ഓഫാക്കുക. അതിനുശേഷം ഇനേബിൾ പാസ്വേഡ് സെലക്ട് ചെയ്യുക. എന്നിട്ടൊരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. പാറ്റേൺ പാസ്വേഡാണ്. 2 തവണ സെറ്റ് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ഹിഡൻ ആപ്സിന് പാസ്വേഡ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ആപ്ലിക്കേഷനുകൾ കാണണമെങ്കിൽ 2 വിരലുകൾ ഉപയോഗിച്ച് മുകളിലോട്ട് ഡ്രാഗ് ചെയ്ത് ഒരേ സമയം ഡ്രാഗ് ചെയ്ത ശേഷം പാസ്വേഡ് അൺലോക്ക് ചെയ്യുക. തെറ്റായ പാസ്വേഡാണ് കൊടുക്കുന്നതെങ്കിൽ വരില്ല. ശരിയായ പാസ്വേഡ് കൊടുത്താൽ മാത്രമേ ഇനി നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആപ്ലിക്കേഷൻ ഹൈഡായോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിനായി ഓൾ ആപ്സിൽ പോയ ശേഷം അവിടെ സെർച്ച് ചെയ്ത് നോക്കാം. അവിടെ വാട്സാപ്പ് എന്ന് ഞാൻ സെർച്ച് ചെയ്തു. റിസൾട്ട് ഒന്നും വരുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ഫേസ്ബുക്ക് ഇതേപോലെ തന്നെ ഹൈഡ് ചെയ്യാം. ഫേസ്ബുക്ക് ഒന്ന് സെർച്ച് ചെയ്തു. ഫേസ്ബുക്കിന്റെ ഐക്കൺ ഹോൾഡ് ചെയ്ത് പിടിച്ചു. ഹൈഡിൽ ഡ്രോപ്പ് ചെയ്തു. ഹൈഡായി കഴിഞ്ഞു. ഹൈഡ് ചെയ്യണമെന്ന് ചോദിച്ച് ഒരു കൺഫർമേഷൻ ചോദിച്ചു. അത് കൺഫേം ചെയ്ത് കൊടുത്തു. ഹൈഡായി. ഇനി ഫേസ്ബുക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം.
ഫേസ്ബുക്ക് കാണിക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കണ്ട പോലെ ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും ഹൈഡ് ചെയ്യാവുന്നതാണ്.